വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. താമരശ്ശേരി ഷഹബാസ് വാദം വിദ്യാർത്ഥി സമൂഹത്തെ ഓർത്ത് ലജ്ജിക്കേണ്ടതാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ അതിലേറെ ലജ്ജയാണ് തോന്നുന്നത്. മുമ്പൊക്കെ സ്കൂളുകളിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കി പിരിഞ്ഞു പോരുമ്പോൾ ഓർമ്മകളും സ്നേഹങ്ങളും പങ്കുവെക്കുന്ന സ്നേഹക്കുറിപ്പുകളും ഓർമ്മക്കുറിപ്പുകളും നിറഞ്ഞ ഓട്ടോഗ്രാഫുകളുമായിരുന്നു എല്ലാവരും തങ്ങളുടെ വീടുകളിലേക്ക് തിരികെ എത്തിയിരുന്നത്. ആ ഓട്ടോഗ്രാഫ് കാലങ്ങളോളം ഓരോരുത്തരുടെയും കൈകളിൽ നിധി പോലെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു. അന്നും വിദ്യാർത്ഥികൾക്കിടയിൽ പ്രണയവും പിണക്കങ്ങളും ചെറിയ ചെറിയ വികൃതികളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാറ്റിനും അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത. ഒന്ന്, പ്രേമമെന്ന് പറയാൻ, ഒരു പ്രേമലേഖനം നൽകാൻ എല്ലാവർക്കും ഇടയിൽ ഭയത്തിൻ്റെ ഒരു വലിയ മതിൽക്കെട്ട് തന്നെ ഉണ്ടായിരുന്നു. അന്ന് രക്ഷിതാക്കളെ പേടിയായിരുന്നു, തങ്ങളുടെ അധ്യാപകരെ പേടിയായിരുന്നു. എന്തിന്? അരുതാതെ ചെയ്യാൻ മുതിരുമ്പോൾ തൻ്റെ കൂട്ടുകാരെ വരെ പേടിയായിരുന്നു. ആ പേടിക്ക് പിന്നിലും സ്നേഹത്തിൽ പൊതിഞ്ഞ എന്തോ ഒരു വികാരമുണ്ടായിരുന്നു. ഇന്ന് എല്ലാം മാറി. ഭരണകൂടവും നീതിപീഠങ്ങളും കൽപ്പിച്ചു നൽകിയ അതിരുകവിഞ്ഞ അവകാശങ്ങളും സ്വാതന്ത്ര്യബോധവും കുട്ടികളെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾ ശിക്ഷിക്കപ്പെടേണ്ട കാലത്ത് അവർ അറിയിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ നൽകാനും ശാസനം നൽകാനും കഴിയാത്ത രൂപത്തിലുള്ള അവകാശങ്ങൾ കുട്ടികൾക്ക് കൽപ്പിച്ചു നൽകിയത് അതവർ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു നാസ്തികവാദി കുട്ടികൾക്ക് നൽകുന്ന ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് വലിയ വലിയ അവകാശങ്ങളുണ്ടെന്ന്. ഒരു കുട്ടിയുടെ ഫോട്ടോ മാതാപിതാക്കൾക്ക് എടുക്കണമെങ്കിൽ ആ കുട്ടിയുടെ സമ്മതം ആവശ്യമാണെന്ന്, അല്ലെങ്കിൽ ആ കുട്ടി വലുതാകുമ്പോൾ ആ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുമെന്ന്, അതവരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന്. ആ കുട്ടിയുടെ സമ്മതമില്ലാതെ അവനെ വളർത്തി വലുതാക്കാൻ കഴിയുന്ന മാതാപിതാക്കൾക്ക് അവൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവളുടെ ഇഷ്ടങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി നിവർത്തിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ അതിന് സമ്മതം ആവശ്യമാണെന്ന് പറയുന്ന കാലത്തേക്ക് നാം മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പുതിയ പുതിയ അധ്യാപകരുണ്ടാകുമ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കിടയിൽ അവരുടെ മാതാപിതാക്കൾ വെറും 2 വ്യക്തികൾ മാത്രമായി മാറുകയാണ്. അവരോട് യാതൊരു പ്രതിബദ്ധതയോ കടമയോ കടപ്പാടുകളോ ആ കുട്ടികൾക്ക് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അവിടങ്ങളിൽ ആദ്യമായി തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് എപ്പോഴെങ്കിലും അവർ തടസ്സം നിൽക്കുമ്പോൾ കുട്ടികൾക്ക് ആ മാതാപിതാക്കൾ ശത്രുക്കളായി മാറുന്നു. ഈ ചിന്താഗതിയിൽ വളരുന്ന കുട്ടികൾക്ക് ഒരിക്കലും തൻ്റെ കൂട്ടുകാരെ സ്നേഹിക്കാനോ അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കാനോ സാധിക്കുകയില്ല. തന്നെ പോലെ അവർക്കും എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല. പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ തൻ്റെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും എന്തിന് തന്നെക്കാളും മുതിർന്നവരെയും കാണുമ്പോൾ അവർക്ക് നൽകിയിരുന്ന ബഹുമാനം ഇന്നത്തെ തലമുറയിൽ അന്യമായി പോയി കഴിഞ്ഞിരിക്കുന്നു. പുതിയ തലമുറയിലെ നല്ലൊരു ശതമാനം കുട്ടികൾക്കും തൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കാനോ അവരെ സ്നേഹിക്കാനോ അവരെ മാന്യമായി അവരോട് സംസാരിക്കാനോ പോലും കഴിയാത്ത രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അവരുടെ വളർച്ച ആ രൂപത്തിലായിരിക്കുന്നു. പല സ്കൂളുകളുടെയും കോളേജുകളുടെയും പരിസരത്തു കൂടി പോകുമ്പോൾ വിദ്യാർത്ഥികളുടെ പേക്കുത്തുകൾ കാണുമ്പോൾ സ്വന്തം മക്കളെ പോലും അത് എൻ്റെ മക്കളല്ല എന്ന് പറയേണ്ട ഗതികേടിലാണ് ഇന്നത്തെ മാതാപിതാക്കൾ ഉള്ളത്. വലിയ ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും ഒക്കെ നാം ദിനേന കാണുന്ന പല കാഴ്ചകളുമുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടാണ് പലപ്പോഴും പെരുമാറുന്നത് നാം കാണുന്നത്. തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരോ തൻ്റെ അയൽപക്കത്തിൽപ്പെട്ടവരോ തൻ്റെ അറിയുന്ന ആരെങ്കിലും തന്നെ കാണുമോ എന്ന ഭയം പോലും ഇല്ലാതെയാണ് കുട്ടികൾ പലപ്പോഴും പെരുമാറാറുള്ളത്. ആൺപെൺ വ്യത്യാസമില്ലാതെ ചുംബിച്ചും ആലിംഗന ബന്ധരായും നിൽക്കുമ്പോൾ അത് കാണുന്ന മാതാപിതാക്കളും ബന്ധുക്കളും ലജ്ജ കൊണ്ട് തലകുനിച്ച് പോകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. വിദ്യാർത്ഥികൾ സ്ഥലകാലബോധമില്ലാതെ പരസ്പരം ചുംബിക്കുകയും പരസ്പരം ആലിംഗനം ചെയ്യുന്നതുമായ കാഴ്ചകൾ സാർവത്രികമായി മാറിയിട്ടുണ്ടെന്ന്. തനിക്ക് വേണ്ടപ്പെട്ടവർ കാണുമോ എന്ന ഭയമോ ഇത് കണ്ടാൽ അവർക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ എന്തായിരിക്കുമെന്നുള്ള ബോധമോ കുട്ടികൾക്കില്ലാതെ പോയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ ഹിംസാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന കില്ലർ ഗെയിമുകളും നല്ലൊരു ശതമാനം കുട്ടികളും
ഈ ഗെയിമുകൾക്ക് അടിമയാണെന്ന്. അതേപോലെ വയലൻസ് മാത്രം അരങ്ങു തീർക്കുന്ന സിനിമകളും, ഇതെല്ലാം ഇന്നത്തെ പുതിയ മാധ്യമ ലോകത്തിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ടതാണ്. പുതിയ സമൂഹത്തോട്, വളർന്നു വരുന്ന തലമുറയോട് ഗവൺമെൻറ്റുകൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ കുട്ടികൾക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എല്ലാറ്റിനും ഉപരി വിദ്യാർത്ഥികളുടെ മയക്കുമരുന്ന് ഉപയോഗം, അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി ഇവിടുത്തെ ഭരണകൂടമാണ്. ഗവൺമെൻറ്റിൻ്റെ ലാഭത്തിനു വേണ്ടി മദ്യവ്യവസായം വളർത്തുമ്പോൾ ആ മദ്യം നുണയുന്നവർ പിന്നീട് അതിനേക്കാൾ വലിയ ലഹരിയിലേക്ക് ആകർഷിതരാവുക സ്വാഭാവികമാണ്. മുലകുടി മാറാത്ത വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്താൻ കേരളത്തിലെ പോലീസുകാർക്ക് കഴിയാഞ്ഞിട്ടല്ല, അവർ അതിനുവേണ്ടി ശ്രമിക്കാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ അവസാനം ചെന്നെത്തുക ഉയർന്ന നേതാക്കന്മാരിലോ മറ്റുദ്യോഗസ്ഥന്മാരിലോ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഈ മയക്കുമരുന്ന് ലോബികൾ ഇല്ലാതാവണമെങ്കിൽ ഒന്നുകിൽ ഉയർന്ന നിലവാരമുള്ള ഗവൺമെൻറ് ഉണ്ടാവണം, അതല്ലെങ്കിൽ നട്ടലുള്ള ഉദ്യോഗസ്ഥരുണ്ടാവണം. നമ്മൾ ചാനലുകളുടെയും മറ്റും കേട്ടതാണ് ഷഹബാസിനെ കൊന്നവരിൽ ഒരുത്തൻ വീരസ്യം വിളമ്പുന്നത്. വേണമെങ്കിൽ പോയി നോക്ക്, അവൻ്റെ കണ്ണുപോലും കാണാനുണ്ടാവുകയില്ല. ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും. മറ്റൊരുത്തൻ ചെയ്ത തെറ്റിൻ്റെ കുമ്പസരിക്കുമ്പോഴും പറയുന്നുണ്ട്, ഇങ്ങോട്ട് വന്നാൽ പിന്നെന്താണ് ചെയ്യുകയെന്ന്. മറ്റൊരുത്തൻ്റെ വാക്കാണ്, കൂട്ടത്തല്ലിൽ കൊല്ലപ്പെട്ടാൽ കേസുണ്ടാവുകയില്ല എന്ന്. വിട്ടുവീഴ്ച എന്ന ഒരു ചിന്താഗതി വിദ്യാർത്ഥികൾ ഇല്ലാതെ പോയിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് അക്രമകാരികളായ വിദ്യാർത്ഥികളെ പൂർണ്ണ സുരക്ഷയോടെ ഭരണകൂടം പരീക്ഷ എഴുതാൻ അനുവദിച്ചിരിക്കുന്നു. മനസാക്ഷിയുള്ള ആരിലും പ്രതിഷേധം ജനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷമെങ്കിലും പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്താമായിരുന്നു ഈ വിദ്യാർത്ഥികളെ. അത് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബത്തിനോടും സമൂഹത്തിനോടും കാണിക്കുന്ന മര്യാദയായിരുന്നു. ഇതിനു മുമ്പും സ്കൂളുകളിലും കോളേജുകളിലും മര്യാദകേട് കണ്ടെത്തുന്ന വിദ്യാർത്ഥികളെയും ഫീസ് നൽകാത്ത വിദ്യാർത്ഥികളെയും പരീക്ഷകളിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. അത്രയെങ്കിലും ആവാമായിരുന്നു ഗവൺമെൻറ്റിന്. അലന്തോഹ വിദ്യാർത്ഥികളെ ലഘുലേഖയുടെ പേരിൽ UAPA ചുമത്തിയ ഗവൺമെൻറ്റിന് ഇത്രയെങ്കിലും ചെയ്യാമായിരുന്നു.